ഈ വർഷത്തെ SSLC ഫിസിക്സ് പരീക്ഷയിൽ എന്തായാലും ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ഒരു സംശയമില്ല. ആ ചോദ്യം വരുമ്പോൾ ഒരു സംശയം കൂടാതെ കൃത്യമായൊരു ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. ഒരു സംശയമില്ല, ഈ വീഡിയോ അവസാനം വരെ കണ്ട ഏത് കുട്ടിക്കും ട്രാൻസ്ഫോമറിന് എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, അത് കാരണം എല്ലാ കാര്യങ്ങളും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കും. മക്കളെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജിനെ കൂട്ടാനോ അല്ലെ വോൾട്ടേജിനെ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന സാധനമാണ്. Okay, transformer is a device used to increase or decrease voltage without power loss. Power loss ഉണ്ടാവാതെ വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന സാധനമാണ് ട്രാൻസ്ഫോമർ. അത് മനസ്സിലായല്ലോ? ശരി, അപ്പോൾ വോൾട്ടേജിനെ കൂട്ടുകയും ചെയ്യും കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വോൾട്ടേജിനെ കൂട്ടുന്ന ട്രാൻസ്ഫോമർ നമ്മൾ വിളിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ. അത് കാണാൻ എങ്ങനെ ഉണ്ടാവും? ഒരു പ്രൈമറി കോയിൽ, ഒരു കുഞ്ഞു കോയിലുണ്ടാവും, ഒരു സെക്കൻഡറി കോയിൽ, ഒരു വലിയ കോയിലുണ്ടാവും. ഓക്കെ, ഇങ്ങനെയായിരിക്കും ട്രാൻസ്ഫോമർ. ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു രസത്തിന് ഇങ്ങനെ ഒരു സാധനം വരച്ച് വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതെന്താണ് മക്കളെ? പ്രൈമറി കോയിലാണ്. അപ്പോൾ പ്രൈമറി എന്ന് എഴുതി വെക്കാം. പ്രൈമറി കോയിൽ. പുറത്തുള്ള സാധനം സെക്കൻഡറി കോയിൽ. ഓക്കെ, ഔട്ട്പുട്ടാണ് സെക്കൻഡറി കോയിൽ. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ പ്രൈമറി കോയിലിനെ നമ്മൾ ഇൻപുട്ട് കോയിൽ എന്നും സെക്കൻഡറി കോയിലിനെ നമ്മൾ ഔട്ട്പുട്ട് കോയിൽ എന്ന് വിളിക്കും. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല? ശരി. ഇതേപോലെ വോൾട്ടേജിനെ കൂട്ടുന്ന ആളാണ്. വോൾട്ടേജിനെ കൂട്ടും. ഇതേപോലെ വോൾട്ടേജിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആളെ നമ്മൾ വിളിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് തിയറിയൊക്കെ പറയും, പെട്ടെന്ന് പറഞ്ഞുതരാം, സമയം വേസ്റ്റ് ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, സെക്കൻഡറിയിലെ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, വീണ്ടും ഇത് പ്രൈമറി തന്നെയാണ്. ഇൻപുട്ട് വീണ്ടും എഴുതണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും. ഇത് സെക്കൻഡറി ആണ്. ഫുൾ എഴുതുന്നില്ല, അങ്ങനെ ഫുൾ എഴുതിയേക്കാം. സെക്കൻഡറി. ക്ലിയർ ആണല്ലോ? വീണ്ടും നമുക്ക് ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ ഒരു പെട്ടി വരച്ച് വെക്കാം. ഇത് വരയ്ക്കാനൊന്നും പരീക്ഷയിൽ ചോദിക്കാറില്ല, പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. മക്കളെ പറ, ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറയുക. ഈ പ്രൈമറിയിലെ വോൾട്ടേജ് VP എന്ന് വിളിക്കാം, പ്രൈമറിയിലെ വോൾട്ടേജ്. സെക്കൻഡറിയിലെ വോൾട്ടേജിനെ VS എന്ന് വിളിക്കാം. ഏതായിരിക്കും കൂടുതൽ? മക്കളെ, ഈ വോൾട്ടേജ് കൂട്ടുകയാണ്. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോൾ വോൾട്ടേജ് കൂടണമെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ്, ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കൂടുതലായിരിക്കണം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ. ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇവിടെ വോൾട്ടേജ്, ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കൂടുതലാണ്, അതുകൊണ്ട് അവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അത് എപ്പോഴും ശരിയാണ്. എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ NP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം. NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണെങ്കിൽ ഏതാ കൂടുതൽ? എവിടെയാണോ, ഒന്ന് നോക്കേണ്ട ആവശ്യം കൂടിയില്ലേ? എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെ ആയിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. ഈ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ? ശരി. ഇനി കറണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരാം. IP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ ഒഴുകുന്ന കറണ്ട്, IS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിൽ ഒഴുകുന്ന കറണ്ട്. കറണ്ടിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. കറണ്ടും വോൾട്ടേജും പ്രശ്നക്കാരാണ്. ഓക്കെ, വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് ഭയങ്കര ബഡിയാണ്, ഫുൾ ചില്ലാണ്. വോൾട്ടേജ് പറയും നീ സൂപ്പറാടാന്ന്. നമ്പർ ഓഫ് ടേൺസ് പറയും യോ ബ്രോ സൂപ്പർ, നമുക്ക് ചില്ല് ചെയ്യാൻ പോകുന്ന പറയും. കറണ്ട് അങ്ങനെയല്ല. കറണ്ടിന് വോൾട്ടേജിനെ കണ്ടുകൂടാ. എവിടെ വോൾട്ടേജ് കൂടുതലുണ്ടോ അവിടെ കറണ്ട് കുറവായിരിക്കും. എവിടെ വോൾട്ടേജ് കുറവുണ്ടോ അവിടെ കറണ്ട് കൂടുതലായിരിക്കും. സോ പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതൽ, കാരണം പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്ഫോമർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? തിക്ക് വയേഴ്സ് ഉപയോഗിക്കും. കനം കൂടിയ, തടി കൂടിയ വയേഴ്സ് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈമറിയിൽ കറണ്ട് കൂടിയുകൊണ്ട് പ്രൈമറിയിലെ വയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ തിക്നെസ് ഇത്രയായിരിക്കില്ല, ഇത്രയും തിക്നെസ് ഉണ്ടാവും. അത്രയല്ല സാർ, ഇത്രയും തിക്നെസ് ഉണ്ടാവും. വളരെ തിക്കായിരിക്കും. ഓക്കെ, അതിൻ്റെ കാരണം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതും പരീക്ഷയിൽ പഠിക്കാനുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മറ്റേ ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങൾ വേഗം നിങ്ങൾ എഴുതിക്കേ. പറ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ലോജിക് എന്നതാണ് വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമറാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറിയിലെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. പ്രൈമറിയിലെ വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറിയിലെ വോൾട്ടേജ്. ലോജിക്കായിട്ട് മനസ്സിലാക്കണം. ഇൻപുട്ടിലെ വോൾട്ടേജിനെ ഔട്ട്പുട്ട് എത്തുമ്പോൾ കുറയ്ക്കണ്ടേ? അപ്പോൾ പ്രൈമറിയിൽ കൂടുതലായിരിക്കും. എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെ ആയിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. വോൾട്ടേജ് പ്രൈമറിയിലാണ് കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലാണ് കൂടുതൽ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പക്ഷെ കണ്ടില്ലേലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. കറണ്ടിൻ്റെ കാര്യം പറയാം. പ്രൈമറിയിലാണ് വോൾട്ടേജ് കൂടുതൽ, സോ പ്രൈമറിയിൽ കറണ്ട് കുറവും, സെക്കൻഡറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെയാണ് തിക്ക് വയർസ് ഉപയോഗിക്കുക. കറണ്ട് സെക്കൻഡറിയിലാണ് കൂടുതൽ, സോ അവിടെ തിക്ക് വയർസ് ഉപയോഗിക്കണം. സോ സെക്കൻഡറിയിലെ വയേഴ്സിൻ്റെ തിക്നെസ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തടി കൂട്ടി കാണിച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ പരീക്ഷ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പരീക്ഷയിൽ എന്തായാലും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരൊറ്റ കാര്യം കൂടി പഠിച്ചാൽ, ഒറ്റ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരും, അതും കൂടി പഠിക്കണം. കാരണം പരീക്ഷയിൽ
പ്രോബ്ലംസ് ചോദിക്കും. വോൾട്ടേജ് ഇവിടെ എത്രയാണ്, മറ്റേ വോൾട്ടേജ് എത്രയാണ്, നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്, ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഉപയോഗിക്കേണ്ട രണ്ട് ഇക്വേഷൻസേ ഉള്ളൂ. വേഗം പഠിച്ചു വെച്ചോ മക്കളെ. സിമ്പിൾ ഇക്വേഷൻസ് ആണ്. ഒന്ന് നോക്കിക്കേ, VS ഡിവൈഡഡ് ബൈ VP, വോൾട്ടേജ് സെക്കൻഡറി ബൈ വോൾട്ടേജ് പ്രൈമറി, ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് ബന്ധിപ്പിച്ച മക്കളെ. നമ്പർ ഓഫ് ടേൺസ് വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ബഡ്ഡി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വോൾട്ടേജ് സെക്കൻഡറി മുകളിൽ വന്നാൽ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി മുകളിൽ വരും. വോൾട്ടേജ് പ്രൈമറി താഴെ വന്നാൽ നമ്പർ ഓഫ് ടേൺസും പ്രൈമറിയും താഴെ വന്നാൽ അവർ ഭയങ്കര ബഡ്ഡി ചില്ലാണ്, കുഴപ്പമില്ല. എന്നാൽ കറണ്ടും വോൾട്ടേജ് നമ്മൾ ഞാൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ വോൾട്ടേജ് സെക്കൻഡറി ബൈ വോൾട്ടേജ് പ്രൈമറി ഈസ് ഈക്വൽ ടു കറണ്ട് ബൈ കറണ്ട്. എങ്ങനെയായിരിക്കും മക്കളെ ഇത് വരാൻ പോകുന്നത്? കറണ്ട് ബൈ കറണ്ട്. ഞാൻ പറഞ്ഞു കറണ്ടിനെ വോൾട്ടേജിനെ കണ്ടുകൂടാ. അതുകൊണ്ട് സെക്കൻഡറി വോൾട്ടേജ് മുകളിൽ കയറി ഇരിക്കുമ്പോൾ പ്രൈമറി കറണ്ട് ആയിരിക്കും മുകളിൽ കയറി ഇരിക്കുക അവനെ തടുക്കാൻ വേണ്ടിയിട്ട്. പ്രൈമറി കറണ്ട് താഴെ ഇരിക്കുമ്പോൾ പ്രൈമറി വോൾട്ടേജ് താഴെ ഇരിക്കുമ്പോൾ കറണ്ട് പറയും എനിക്കിഷ്ടമല്ല ഈ പ്രൈമറി ഇവിടെ, ഞാൻ സെക്കൻഡറി ഇവിടെ. നേരെ തിരിഞ്ഞായിരിക്കും. സെക്കൻഡറി പ്രൈമറി, പ്രൈമറി സെക്കൻഡറി, നേരെ തിരിഞ്ഞായിരിക്കും. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നും ആലോചിക്കണ്ട. നമ്പർ ഓഫ് ടേൺസ് ഒരേപോലെ ആയിരിക്കും, വോൾട്ടേജും കറണ്ട് നേരെ തിരിഞ്ഞായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ പരിപാടി സെറ്റായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാ ചോദ്യങ്ങളും ചെയ്യാനുള്ള എല്ലാ ടൂൾ ബോക്സും നമ്മുടെ അടുത്തുണ്ട്. സോ ഓരോരോ ചോദ്യങ്ങൾ ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചോദ്യം സ്വയം ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ചോദ്യം നോക്കാം. സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ നമ്പർ ഓഫ് ടേൺസ് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി കോയിൽ. സെക്കൻഡറിയിൽ ഡബിൾ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ഇൻ ദ പ്രൈമറിയിലെ വോൾട്ടേജ് 25 ആണ്, വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഇൻ സെക്കൻഡറി? മലയാളത്തിന് ചോദ്യം വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കാം. ഓക്കെ, ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. വോൾട്ടേജ് അപ്ലൈഡ് ഇൻ പ്രൈമറിയിലെ വോൾട്ടേജ് 25 വോൾട്ട് ആണ്. സൂപ്പർ. സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയില്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നല്ല കാര്യം, കണ്ടുപിടിക്കാലോ. നെക്സ്റ്റ് ഇവരെന്താ വെച്ചേ, ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ടേൺസ് ദാറ്റ് ഓഫ് പ്രൈമറി. ഇവന്റെ സെക്കൻഡറിയിലെ കോയിൽ, പ്രൈമറിയിലെ കോയിൽ നമ്പർ ഓഫ് ടേൺസ് NP ആയിക്കോട്ടെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. സെക്കൻഡറിയിൽ എത്രയാണ് അവർ പറയുന്നത്? സെക്കൻഡറി കോയിൽ ഹാസ് ഡബിൾ ടേൺസ് ദാൻ ഓഫ് പ്രൈമറി. അപ്പൊ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ പ്രൈമറിന്റെ ഡബിൾ ആണ്. 2 × NP ആയിരിക്കും, 2 ടൈംസ് ഓഫ് NP. അത് ലോജിക്കലാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് VS കണ്ടുപിടിക്കുക. എന്താണ് ഇക്വേഷൻ മക്കളെ? VS ബൈ VP ഉപയോഗിക്കാം. VS ഡിവൈഡഡ് ബൈ VP ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ബൈ നമ്പർ ഓഫ് ടേൺസ്. ഇവർ രണ്ടാളും ഫ്രണ്ട്സ് ആയതുകൊണ്ട് സെക്കൻഡറി വന്നാൽ സെക്കൻഡറി വരും, പ്രൈമറി വന്നാൽ പ്രൈമറി വരും. ഇനി വേണ്ടത് VS ആണ്. സോ മറ്റവനെ ഇങ്ങോട്ട് പറഞ്ഞുവിടും, മറ്റവനെ അങ്ങോട്ട് പറഞ്ഞു, VP അങ്ങോട്ട് പറഞ്ഞുവിടും. VP അങ്ങോട്ട് പോയി അവിടെ ഓൾറെഡി NS ബൈ NP ഉണ്ട്. സിമ്പിൾ പരിപാടി. എന്തെങ്കിലും മനസ്സിലാവുന്നില്ല വീഡിയോ പോസ് ചെയ്ത് സ്ലോ ആക്കി കാണാം. ഓക്കെ, നെക്സ്റ്റ് VP എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? VP 25, സിമ്പിൾ. VP 25. NS എന്താണ്? NSനെ നമുക്കറിയാം NPയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ 2 NP ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 NP ഡിവൈഡഡ് ബൈ ഓൾറെഡി NP ഉണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ തോന്നുന്നു? കട്ട്. NP കട്ട് ചെയ്തു. 25 × 2 50 വോൾട്ട് ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. 50 വോൾട്ട് ആയിരിക്കും ഫൈനൽ ആൻസർ. അപ്പോൾ വോൾട്ടേജ് ഇൻ സെക്കൻഡറി എത്രയാണ്? 50 വോൾട്ട്. കിട്ടിയോ? ആൻസർ എത്ര? 50 വോൾട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി വേണേൽ പരീക്ഷയിൽ എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ ഇതൊന്ന് ചോദിക്കാം. നിങ്ങളോട് ചോദിക്കാം, ഈ ട്രാൻസ്ഫോമർ എന്ത് തരം ട്രാൻസ്ഫോമർ ആണ്? ഓക്കെ, ഇതെന്ത് തരം ട്രാൻസ്ഫോമർ ആണ്? ഈ ടേൺസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം. വോൾട്ടേജ് നോക്കേണ്ട ആവശ്യം കൂടില്ല. ടേൺസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാണോ? സെക്കൻഡറി കോയിൽ ഹാസ് ഡബിൾ ടേൺ. സെക്കൻഡറി കോയിൽ കൂടുതൽ ടേൺസ് ആണുള്ളത്. അതിനർത്ഥം എവിടെയാണോ കൂടുതൽ ടേൺസ് ഉള്ളത് അവിടെ കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവും. വോൾട്ടേജും ടേൺസും ഒരേപോലെയാണ്. എവിടെയാണോ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുള്ള അവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പോൾ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കൂടുതലാണ്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കൂട്ടുന്ന സാധനം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. വേണം നിങ്ങളോട് ചോദിക്കാം, ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ ഏത് കോയിലായിരിക്കും തിക്ക് വയർസ് ഉപയോഗിക്കുക? പറ, തിക്ക് വയർസ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? സിമ്പിൾ. എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ? സെക്കൻഡറിയിലാണ് വോൾട്ടേജ് കൂടുതൽ. ഇപ്പോൾ പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. സോ തിക്ക് വയർസ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? പ്രൈമറിയിൽ. കാരണം എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ മക്കളെ? സെക്കൻഡറിയിലാണ്. കാരണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണ്, പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. കാരണം കറണ്ടും വോൾട്ടേജും എനിമീസ് ആണ്. പ്രൈമറിയിൽ കറണ്ട് കൂടുതൽ. എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെയാണ് തിക്ക് വയർസ് ഉപയോഗിക്കുക. സോ തിക്ക് വയർസ് പ്രൈമറിയിലാണ്. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കണം. ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്തു വെക്കാം. ബാ നോക്കിക്കാം. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ട്രാൻസ്ഫോമർ ഇസ് 240. There are 80 turns in the secondary coil. അപ്പം ചോദ്യം നിങ്ങൾ പോസ് ചെയ്യുക, നിങ്ങൾ മൊത്തം വായിച്ച് നോക്കിയിട്ട് എഴുതുക. ഞാൻ വേഗം കാര്യങ്ങൾ എഴുതാൻ പോവാണ്. നിങ്ങൾ ചോദ്യം വായിച്ചിട്ട് എഴുതുക. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണെന്ന് മനസ്സിലാക്കണേ. 240 ആണ്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? 80 ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി 80 ആണ്. ഓക്കെ, നല്ല കാര്യം. പിന്നെ എന്താണ്? 800 ടേൺസ് ഇൻ ദ പ്രൈമറി. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എത്രയാണ്? 800 ആണ്. വോൾട്ടേജ് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്, സെക്കൻഡറിയിലെ വോൾട്ടേജ് അവർക്ക് അറിയില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്ത് കോമഡി ചോദ്യമാണ്?
എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. വി എസ് ബൈ വി പി ഫോർമുല ഉപയോഗിച്ച് മക്കളെ വി എസ് ഡിവൈഡഡ് ബൈ വി പി ഈസ് ഈക്വൽ ടു, ഇനി അറിയാലോ എൻ എസ് ബൈ എൻ പി ആണ് നമുക്ക് വേണ്ടത്, വി എസ് ആണ് വേണ്ടത്. സോ വി എസ് ഈസ് ഈക്വൽ ടു ഇവനെ അങ്ങോട്ട് പറഞ്ഞുകൂടാ, വി പി ഇൻറ്റു എൻ എസ് ബൈ എൻ പി. എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. വി പി എത്താണ്, പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ് 240, 240 ഇൻറ്റു എൻ എസ് ബൈ എൻ പി. എൻ എസ് എത്രയാണ് 80, എൻ പി 800. സോ 80 ഡിവൈഡഡ് ബൈ 800 എന്ന് വരും. ഓക്കെ, ഈ പൂജ്യം കട്ട് ചെയ്യുക. അല്ല, അത് കട്ട് ചെയ്യേണ്ട ആവശ്യം എന്തിനാ, 800 ഇൻറ്റു 80 ഇൻറ്റു 10 ആണ് 800. സോ 240 ഡിവൈഡ് ബൈ 10 എന്ന് വരും. 0 കട്ട് 24 വോൾട്ട് ആയിരിക്കും സെക്കൻഡറിയിലെ വോൾട്ടേജ്. കഴിഞ്ഞു. ബാക്കിയുള്ള കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇത് എന്ത് തരം ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ എന്ത് വരണം, ജസ്റ്റ് നമ്പർ ഓഫ് ടേൺസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, അപ്പോൾ പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. ശരിയല്ലേ, പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലാണോ, 240 സെക്കൻഡറിയിൽ 24 ഉള്ളൂ. സൂപ്പർ. അപ്പോൾ വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ, പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതൽ, സെക്കൻഡറിയിൽ കുറവാണ്. സോ ദിസ് ഇസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സിമ്പിൾ. നെക്സ്റ്റ്, വിച്ച് കോയിൽ ഓഫ് ട്രാൻസ്ഫോമർ തിക്ക് വയർസ് ആർ യൂസ്ഡ്? പറ, എവിടെയാണ് തിക്ക് വയർസ് ഉപയോഗിക്കാൻ പോകുന്നത്? ഇവൻ്റെ എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ? പ്രൈമറിയിലാണ് വോൾട്ടേജ് കൂടുതൽ, മനസ്സിലായി. കാരണം സെക്കൻഡറിയിൽ വോൾട്ടേജ് നമുക്ക് 24 കിട്ടിയില്ലേ, പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതൽ. അപ്പോൾ പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലെങ്കിൽ സെക്കൻഡറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. നേരത്തെ സെക്കൻഡറിയിലാണ് കറണ്ട് കൂടുതൽ. സോ സെക്കൻഡറിയിലായിരിക്കും തിക്ക് വയർസ് ഉപയോഗിക്കുക, സെക്കൻഡറി. ഇനി പരീക്ഷയിൽ ചോദിക്കാം, എന്തിനാണ് കറണ്ട് കൂടിയ സ്ഥലത്ത് തിക്ക് വയർസ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് തിക്ക് വയർസ് ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിളാണ്, മനസ്സിലാക്കേണ്ട കാര്യം. മക്കളെ, ഈ കറണ്ട് കൂടിയാൽ എന്താ പ്രശ്നം? കറണ്ട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം H=I²RT പ്രകാരം, ജൂൾ നിയമം, ജൂൾസ് ലോ പ്രകാരം ഹീറ്റ് എനർജി വഴി ഹീറ്റ് ലോസ് ഉണ്ടാവും. എന്തുണ്ടാവും മക്കളെ? കറണ്ട് കൂടിയാൽ എന്തുണ്ടാവും? ഹീറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിക്ക് വയർസ് ഉപയോഗിക്കും. ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? തിക്ക് വയർസ് ഉപയോഗിക്കും. സാർ, തിക്ക് വയർസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹീറ്റ് ലോസ് കുറയാ? പറഞ്ഞുതരാം. തിക്ക് വയർസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ, അവരുടെ ഏരിയ കൂടുതലുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ρL/A ആണ്. സോ തിക്ക് വയർസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ തിക്ക് വയർസിന് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് നോക്കിയേ, റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കുറയും. സോ ഹീറ്റ് ലോസ് കുറവായിരിക്കും. ഓക്കെ, ഹീറ്റ് ലോസ് കുറവായിരിക്കും. സോ ഇത്ര എഴുതി വെച്ചാൽ ഈ സ്റ്റെപ്പ് ഇങ്ങനെ വേണ്ട, ഇവിടുന്ന് നോക്കിയാൽ തിക്ക് വയർസിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് പ്രതിരോധം കുറവായതുകൊണ്ട് അവർക്ക് ഹീറ്റ് ലോസ്, അതായത് ഹീറ്റ് എനർജി, താപോർജ്ജം വഴി ഊർജ്ജ നഷ്ടം എന്താണ്? കുറവായിരിക്കും. ഹീറ്റ് എനർജി വഴി ഹീറ്റ് ലോസ് കുറവായിരിക്കും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തിക്ക് വയർസ് ഉപയോഗിക്കും. അത് എവിടെയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കേണ്ടത്? കറണ്ട് കൂടിയ സ്ഥലത്താണ് ഉപയോഗിക്കേണ്ടത്. കാരണം കറണ്ട് കൂടിയ സ്ഥലത്ത് അവിടെയാണല്ലോ ഹീറ്റ് കുറയ്ക്കേണ്ടത്. കാരണം അവിടെ ഹീറ്റ് കൂടുതലാണ്. കറണ്ട് കുറവുള്ളടുത്ത് വലിയ ഹീറ്റ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തിക്ക് വയർസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാൻ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി ഒരു ഒറ്റ അടിപൊളി കിടിലൻ ചോദ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ട്രാൻസ്ഫോമറിന് ഏത് ചോദ്യം വന്നാലും ഉത്തരം പറയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ 100% കോൺഫിഡൻസ് ഉണ്ടാകാം. ഓക്കെ, ആ ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പഠിപ്പിക്കാനുണ്ട് എനിക്ക്. അതായത് മക്കളെ, പവറിൻ്റെ ഫോർമുല എന്താണ്? പവറിൻ്റെ ഫോർമുല വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. 3 ഫോർമുല ഉണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുല വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അങ്ങനെയാണ് നിങ്ങൾ പറയാം, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിലെ പവർ എന്തായിരിക്കും? പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട്, IP ഇൻറ്റു VP. സെക്കൻഡറിയിലെ കറണ്ട് പവർ എന്തായിരിക്കും? സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി പവർ, VS ഇൻറ്റു IS. എന്നാൽ ഇവർ രണ്ടുപേരും സെയിം ആയിരിക്കും. പവർ പ്രൈമറിയിലും പവർ സെക്കൻഡറിയിലും സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം ആണെന്ന് പറഞ്ഞില്ല, കറണ്ട് സെയിം ആണെന്ന് പറഞ്ഞില്ല, നമ്പർ ഓഫ് ടേൺസ് സെയിം പറഞ്ഞില്ല, പക്ഷേ ഈ പവർ എന്ന് പറഞ്ഞ ഈ ഐറ്റം സെയിം ആയിരിക്കും. ഓക്കെ, പവർ എന്താണ്? പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആയിരിക്കും ട്രാൻസ്ഫോമറിൽ. അതുകൊണ്ടാണ് ട്രാൻസ്ഫോമർ ഇസ് എ ഡിവൈസ് വിച്ച് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വോൾട്ടേജ് വിത്തൗട്ട് പവർ ലോസ്. പവർ ലോസ് ഇല്ലാണ്ട്. ഓക്കെ, പിന്നെ റിയൽ ലൈഫിൽ കുറച്ച് പവർ ലോസ് ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, മനസ്സിലാവുണ്ടോ? അത് ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ 2022 മോഡലിൽ വന്നൊരു ചോദ്യമാണ്, നമുക്ക് ചെയ്ത് നോക്കാം. ദ ഫോളോയിങ് ഫിഗർ റെപ്രസെൻറ്റ്സ് എ ട്രാൻസ്ഫോമർ. 2000 ടേൺസ് ആണ് ഇവിടെ ഉള്ള പ്രൈമറിയിൽ, 500 ടേൺസ് ആണ് സെക്കൻഡറിയിൽ. അത് കാണുമ്പോഴേ മനസ്സിലാക്കണം നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അതായത് വോൾട്ടേജ് ഇവിടെ കൂടുതലും ഇവിടെ കുറവാണ്. അപ്പോൾ ഉറപ്പിച്ചോ, ദിസ് ഇസ് വോൾട്ടേജ് കുറയ്ക്കുന്ന ഡിവൈസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് തലയിൽ വരണം. ഓക്കെ, ഇനിയെങ്കിലും വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നെക്സ്റ്റ്, നെയിം ദ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ വിച്ച് ട്രാൻസ്ഫോമർ വർക്ക്സ്. ട്രാൻസ്ഫോമറുകൾ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവൻ്റെ പ്രവർത്തന തത്വം എന്താണ് മക്കളെ? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. ഓക്കെ, സൂപ്പർ. ഇഫ് ദി ഔട്ട്പുട്ട് ഫ്രം ദ സെക്കൻഡറി ഓഫ് ദിസ് കോയിൽ ഇസ് 50 വോൾട്ട്. ഓക്കെ, വോൾട്ട്, ഇനി കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. വോൾട്ടേജ് ഇൻ സെക്കൻഡറി, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി 50 വോൾട്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, 10 വാട്ട്. ഔട്ട്പുട്ടിലെ പവർ എത്രയാണ്? 10 വാട്ടാണ് പവർ. വാട്ട് എന്ന് കണ്ടാൽ പവർ ആണ് മനസ്സിലാക്കണ്ടേ. ഇവിടെ ഔട്ട്പുട്ടിലെ പവർ എന്ന് പറഞ്ഞത് 10 വാട്ട് ആണെങ്കിൽ ഇൻപുട്ടിലെ പവർ എത്രയായിരിക്കും? 10 വാട്ട് തന്നെ ആവണ്ടേ? അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്.
പവർ എവിടെയായിരുന്നു സെയിം ആണ്. വാട്ട് വിൽ ബി ദ ഇൻപുട്ട് വോൾട്ടേജ്, വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ പ്രൈമറി. ഇൻപുട്ട് വോൾട്ടേജ് ഇൻ പ്രൈമറി എന്താ ചോദിക്കുന്നു, വാട്ട് ഈസ് ദ കറണ്ട് ഇൻ പ്രൈമറി, അത്രയല്ലേ ചോദിച്ചുള്ളൂ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും ആലോചിച്ചു. വേറെ എന്തൊക്കെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ 2000, സെക്കൻഡറിയിലെ 500. അതും കൂടി ഉപയോഗിക്കുക. പ്രൈമറിയിലെ 2000, സെക്കൻഡറിയിലെ 500. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് വി പി കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്. അപ്പോൾ വി പി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വോൾട്ടേജും ഈ നമ്പർ ഓഫ് ടേൺസ് വെച്ചുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. മക്കളെ വി പി കണ്ടുപിടിക്കണ്ടോ, നമുക്ക് വി പി ബൈ വി എസ് എന്ന് എഴുതാം. ഒരു കുഴപ്പമില്ല, വി എസ് ബൈ വി പി എന്ന് എഴുതണം നിർബന്ധമൊന്നുമില്ല. വി പി കണ്ടുപിടിക്കേണ്ട വി പി ബൈ വി എസ് എന്ന് എഴുതാം. അപ്പുറത്ത് എന്തായിരിക്കണം, നമ്പർ ഓഫ് ടേൺസ് ബൈ നമ്പർ ഓഫ് ടേൺസിൽ പി വന്നുകൊണ്ട് പി ഇവിടെ വരണം, എസ് വന്നുകൊണ്ട് എസ് ഇവിടെ വരണം. നമ്പർ ഓഫ് ടേൺസ് ആയതുകൊണ്ട് മാത്രം, കറണ്ട് ആണെങ്കിൽ നേരെ തിരിച്ചു വരും. അപ്പോൾ വി പി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. വി പി ഇസ് വി എസ് അങ്ങോട്ട് പറഞ്ഞോടാ, വി എസ് ഇൻറ്റു അവിടെ എൻ പി ബൈ എൻ എസ് ഓൾറെഡി ഉണ്ട്, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പരിപാടി കണ്ടുപിടിച്ചേ. പറ വി എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, വി എസ് എന്ന് പറഞ്ഞാൽ 50 വോൾട്ടാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എത്രയാണ്, 200 മറ്റ് 200 അല്ല 2000 അല്ലേ, 2000 500. ഓക്കെ, അപ്പോൾ 2000 500, 2000 പിന്നെ 500 വരും. ഓക്കെ, 0 0 0 0 കട്ട് 5 × 4 ആണത്. 5 × 4 എന്ന് പറഞ്ഞാൽ 50 × 4 എന്ന് പറഞ്ഞാൽ 200. 5 × 4 എന്ന് പറഞ്ഞാൽ 20, 200 വോൾട്ട് ആയിരിക്കും പ്രൈമറി വോൾട്ടേജ്. അപ്പോൾ അത് കിട്ടി. പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്, 200 വോൾട്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നല്ല നമ്മൾ പറഞ്ഞത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പ്രൈമറി 200 അല്ല, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നല്ല നമ്മൾ പറഞ്ഞത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ശരിയാണോ? പ്രൈമറിയിൽ 200, ഔട്ട്പുട്ടിൽ 50. സൂപ്പർ, സ്റ്റെപ്പ് ഡൗൺ തന്നെയാണ്, ഒരു സംശയമില്ല. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി എന്താണല്ലേ, പ്രൈമറിയിലെ കറണ്ട് വേണം. അപ്പം നിങ്ങൾക്ക് വേണേൽ ആലോചിച്ച് നോക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഇക്വേഷൻ എഴുതിയൊരു കാര്യമുണ്ടോ? നേരെ തിരിച്ചാണ്, പ്രൈമറി ആണ് സെക്കൻഡറി ആണ് പ്രൈമറി. പക്ഷെ ഇത് എഴുതിയൊരു കാര്യമുണ്ടോ? പ്രൈമറി വോൾട്ടേജ് ഉണ്ട്, സെക്കൻഡറി വോൾട്ടേജ് ഉണ്ട്, സെക്കൻഡറി കറണ്ട് ഇല്ല, പ്രൈമറി കറണ്ടും ഇല്ല. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കാര്യമില്ല. കാരണം അറ്റ്ലീസ്റ്റ് 3 ആൾക്കാരുണ്ടെങ്കിൽ 4ാമത്തെ ആളെ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിൽ 2 ആൾക്കാരുള്ളൂ, 2 ആൾക്കാരില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. പവർ തന്നിട്ടുണ്ട്, പവർ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ കാര്യങ്ങൾ. കാരണം അതിൽ ചോക്ക് പവർ പ്രൈമറിയിൽ എത്രയാണ്, ഐ പി വി എസ്, വോൾട്ടേജിൻ്റെ കറണ്ടാണ്, ബി പി ഇൻറ്റു ഐ പി. പവർ സെക്കൻഡറിയിൽ എന്തായിരിക്കും, വി എസ് ഇൻറ്റു ഐ എസ്. സെക്കൻഡറിയിലെ പവർ 10 വോട്ട് ആണെന്നുണ്ട്, അതിൻ്റെ അർത്ഥം പ്രൈമറിയിൽ പവർ 10 വോട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. കാരണം വി പി ഉണ്ട്, ഈ ഇക്വേഷൻ ഉപയോഗിച്ച്, ഈ ഇക്വേഷൻ 10 = പവർ = വി പി ഐ പി എന്ന് കിട്ടി. അത് പ്രകാരം ഐ പി എന്താണ്, ഐ പി അല്ലേ വേണ്ടത്, ഇവനെ പറഞ്ഞുകൂടെ കൊണ്ട് 10/VP ആണ്. 10/VP എന്ന് പറഞ്ഞാൽ ആരാണ്, 200 ആണ്. സൂപ്പർ. അപ്പോൾ 10/200 വരും. ഇത് 0 കട്ട് ചെയ്താൽ 1/20 ആംപിയർ എന്ന് വരും. അപ്പോൾ 1/20 ആംപിയർ ആണ്, അതായത് 0.05 ആംപിയർ എന്ന് വരും. അത്രയാണ് പ്രൈമറിയിലെ കറണ്ട്. ഇനി സെക്കൻഡറിയിലെ ചോദിച്ചില്ല, സെക്കൻഡറിയിലെ കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റൻ ഉപയോഗിച്ചാൽ പോരാ. സെക്കൻഡറിയിലെ കറണ്ട് = വി എസിനെ കൊണ്ട് കൊണ്ടുവിടാം. അപ്പോൾ 10/VS. 10 വി എസ് എത്രയാണ് മക്കളെ, വി എസ് എത്രയാണ്, എവിടെ പോയി വി എസ്, 50 മുകളിൽ വി എസ് 50. സോ 10/50, 0 കട്ടി 1/5 എന്ന് വരും, 0.2 എന്ന് വരും, അല്ലെ 1/5 ആംപിയർ എന്ന് എഴുതി വെച്ചാൽ മതി. എല്ലാം കിട്ടി. ഓക്കെ, അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം, പവറിൻ്റെ ഇക്വേഷൻ കൂടി പഠിച്ചു വെച്ചാൽ ഏത് ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റും. ഇത്രയും ചോദ്യങ്ങളും ഇത്രയും കാര്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഏത് ചോദ്യവും ട്രാൻസ്ഫോമർ എന്ന് വന്നാൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ ട്രാൻസ്ഫോമർ സെറ്റ് ആയെങ്കിൽ ട്രാൻസ്ഫോമർ സെറ്റ് എന്ന് പറയുക, നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെങ്കിലും നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക, ലൈക്ക് അടിക്കുക, ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രമാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ട്രാൻസ്ഫോമറിന് എന്ത് വന്നാലും 4 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. ഓൾസോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. കമൻസിൽ ട്രാൻസ്ഫോമർ സെറ്റ് ആയെങ്കിൽ ട്രാൻസ്ഫോമർ സെറ്റ് സാർ എന്ന് പറയാം ധൈര്യമായിട്ട്.